ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനും എൻ്റെ പേരക്കുട്ടിയും കൂടിയാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ കുഞ്ഞു പേരക്കുട്ടിയാണ് ഇവൻ മുഹമ്മദ് ഇസാൻ. എനിക്ക് 5 പേരക്കുട്ടികളുണ്ട് കേട്ടോ. 5 പേരക്കുട്ടികളുടെ ഫസ്റ്റ് പേരക്കുട്ടിയുടെ പേരാണ് മുഹമ്മദ് സിയാൻ. രണ്ടാമത്തത് മുഹമ്മദ് ഫിസാൻ. മൂന്നാമത്തത് നെസ്വ മെഹ്ദി. അത് ഒരു മോളുടെ 3 കുട്ടികളാട്ടാ. ഇതിൻ്റെ ചെറിയ മോളുടെ കുട്ടിയാണ് മുഹമ്മദ് ഇസാൻ. ഇപ്പോൾ ഞങ്ങളോടൊരു കുഞ്ഞു ബേബി ഉണ്ട്. ഇവൻ്റെ അനിയത്തിയായിട്ട് കുഞ്ഞു ബേബി ഉണ്ടല്ലോ, അതിൻ്റെ പേര് എസ്ലിൻ എന്ന് ഞങ്ങളൊരു പേരിട്ടുണ്ട്. കൺഫേം ആക്കിയിട്ടില്ല. ഞങ്ങൾ എസ്ലിൻ എന്നൊരു പേരിട്ടുണ്ട്. 9 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഒന്നും കൂടി ആലോചിച്ച് മാറ്റണമെങ്കിൽ മാറ്റാം. എന്നാലും ഇപ്പോൾ ഞങ്ങൾ എസ്ലിൻ എന്ന് പേരിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? മാളിൽ നിന്ന് തക്കാളി വാങ്ങിച്ചത്. മാളില്ലേ, അവിടെ നിന്ന് തക്കാളി വാങ്ങിയതാ. ഈ തക്കാളി വാങ്ങിയിട്ട് 9 ദിവസമായി. ഞങ്ങൾ വാങ്ങിയിട്ട് 9 ദിവസമായി. പക്ഷെ ഇത് 2 ദിവസം മുന്നെങ്കിലും മാളിൽ വന്നിട്ടുണ്ടാവും ഈ സംഭവം. ഇപ്പോഴും ഈ തക്കാളിക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കണ. ഇനി ഇരിക്കും ഇതൊരു 50 ദിവസം. അത്രയും ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയാണ്. മാളിൽ നിന്നാണ് വാങ്ങിയിട്ടോ. മാളിൽ നിന്ന് വാങ്ങിയ തക്കാളിയാണ്. അതേസമയം നമ്മൾ കടകളിൽ നിന്ന് നമ്മൾ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 1/2 കിലോ തക്കാളി വാങ്ങിയാൽ അത് വീട്ടിലെത്തി പിറ്റേന്ന് നോക്കുമ്പോൾ അതിൻ്റെ പകുതി ചീഞ്ഞിട്ടുണ്ടാവും അല്ലേ? എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ. പകുതി 1/2 കിലോ തക്കാളി വാങ്ങിയ 2 ദിവസം പിറ്റേന്ന പകുതി ചീഞ്ഞിട്ടുണ്ടാവും. അതിന് പിറ്റേന്ന് നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതും ചീഞ്ഞിട്ടുണ്ടാവും. അപ്പം ഈ തക്കാളി എന്തുകൊണ്ടാവും ചെയ്യാണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ മാളിലൊക്കെ കിട്ടണത്, മാളിൽ 1 രൂപ 2 രൂപ കൂടുതലായാലും മാളിൽ ഉള്ള സാധനങ്ങൾ, പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഫ്രഷ് എന്നല്ല, അത് എന്താ പറയുക, ബെസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ 1-ാം തരം, അങ്ങാടി നിലവാരം പറയുമ്പോൾ 1-ാം തരം. അത് ആ പച്ചക്കറിയാണ് തോന്നുന്നു. അതിൽ വഴുതന ഉണ്ടായിരുന്നു കേട്ടോ. ഈ തക്കാളി വാങ്ങുമ്പോൾ നമ്മൾ വഴുതന വാങ്ങിയിട്ട് എന്തൊരു ഭംഗിയായിരുന്നു ആ വഴുതന കാണാൻ. പിന്നെ കത്രിക്ക എന്നൊക്കെ പറയും ആ സംഭവം. നല്ല അത് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു ആ വഴുതനങ്ങ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഇവിടെ നമ്മൾ പച്ചക്കറി കടയിലൊക്കെ നമ്മൾ അടുത്ത ടൗണിലൊക്കെ ഒന്ന് പോയി മേടിച്ച് കഴിഞ്ഞാൽ അത്രയും ഇതായിട്ടുള്ള കിട്ടില്ല. അപ്പോൾ മാളിൽ നിന്ന് കിട്ടുന്ന വേറെ ഐറ്റംസ് ആണ്. നമ്മൾ തക്കാളി എന്ന് പറയുമ്പോൾ ആ തക്കാളി അല്ല, അത് ഒരേപോലെയുള്ള തക്കാളി അല്ല. നമ്മൾ തക്കാളിക്ക് ഇപ്പോൾ ഈ തക്കാളിക്ക് മാളിൽ എന്താ പറയുക, 1 കിലോ 50 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പുറത്ത് ചിലപ്പോൾ തക്കാളിക്ക് 20 രൂപ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും മാളിൽ 50 രൂപ 30 രൂപ കൂടുതലാണെന്ന് വിചാരിക്കും തക്കാളിക്ക്. നമ്മളങ്ങനെ വിചാരിക്കും. പുറത്ത് ആകെ 20 രൂപ ഉള്ളൂ. പക്ഷേ നമ്മൾ 50 രൂപയ്ക്ക് 1 കിലോ തക്കാളി മാളിൽ നിന്ന് വാങ്ങിയാൽ ആ തക്കാളി അവിടെ എനിക്കൊരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഓരോന്നോരോന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ 20 രൂപക്ക് വാങ്ങിയ തക്കാളി അവിടെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് പകുതി ചെയ്യുന്നുണ്ടാവും. അതിന് പിറ്റേന്ന് നടക്കുമ്പോൾ ആ ഒന്നിനും കൊള്ളൂല. അതാണ് വ്യത്യാസം. എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ മാളിൽ നിന്ന് തക്കാളി കിട്ടിയ ഞാനും മാളിൽ നിന്ന് സാധനം മേടിക്കാറില്ല. ഇവൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് അവർ വാങ്ങി തന്നതാട്ടോ. അപ്പം ആ തക്കാളി അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഒരു 9 ദിവസമായിട്ട് ആ തക്കാളി ഇപ്പോഴും ഒരെണ്ണം പോലും കേടുവരാതെ. ഫ്രിഡ്ജിലൊന്നും ഞാൻ വെച്ചിട്ടില്ല, വെച്ചില്ല. കാരണം ഇത്രയുണ്ട്, ഫ്രിഡ്ജ് ഫുള്ളാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അർജൻറ്റായിട്ട് വെക്കേണ്ട സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. നോമ്പൊക്കെ അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോറും കറിയൊക്കെ ഉണ്ടാവും വെക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും തക്കാളിയിൽ വെക്കണ്ട എന്നുള്ള നിലക്ക് ഞാൻ ഒരു കൊട്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് പാത്രം കൊണ്ട് മൂടിച്ചതാണ്. എന്നിട്ട് ഇത് കേടൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നിട്ട്. അപ്പം നമ്മൾ മാളിൽ നിന്നല്ല, വില കൂടിയ തക്കാളി 1 50 1 20 എന്ന് പറയുമ്പോൾ
അല്ലെ തക്കാളി അല്ല, സവാള ആയാലും മറ്റുള്ള സാധനങ്ങൾ എന്ത് സാധനങ്ങളായാലും അത് വില വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. ഈ തക്കാളിയുടെ കാര്യമാണ് ഇപ്പം എനിക്കത് പറയാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. ഞാൻ മാളിലത്തെ എന്താ പറയുക പ്രമോഷൻ വീഡിയോ ഇതല്ല കേട്ടോ. മാളിൽ തക്കാളി കിട്ടിയപ്പോൾ മാളിലത്തെ തക്കാളിയാണ് ഇത്. 9 ദിവസമായിട്ടും കേടുവരാതെ ഇരിക്കുന്നു. ഞാൻ ഇപ്പം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ സമാധാനം ഉണ്ടായില്ല. തക്കാളി പുറത്ത് ഫ്രിഡ്ജിലല്ലല്ലോ, പുറത്തല്ല ഇരിക്കുന്നു. നാശമായാവോ ഓടി വന്നിട്ട് ആദ്യം നോക്കിയത് തക്കാളിയാണ്. ഒന്നിനൊന്നും പറ്റിയിട്ടില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്നാ.